ഭൂമി വിട്ട് പുറത്തേക്ക് പോവുക എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമുള്ള കാര്യമല്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും മനുഷ്യൻ്റെ ജീവനും നിലനിൽപ്പിനും അപകടകരമായിട്ട് മാറുന്ന പല സാഹചര്യങ്ങളും ഭൗമാന്തരീക്ഷത്തിന് പുറത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒരുപക്ഷെ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് യാത്ര ചെയ്തിട്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഏകദേശം ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയായിട്ട് കണക്കാക്കാമെങ്കിലും ചൊവ്വയിലേക്ക് പോകുന്ന കാര്യം ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്. ഭൂമിയിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്ന ഒരു റോക്കറ്റിന്റെ സഹായത്തോടു കൂടി ചന്ദ്രനിലേക്കോ ചൊവ്വയിലേക്കോ പോകുമ്പോൾ ആ യാത്രക്കിടയിൽ വരുന്ന ബുദ്ധിമുട്ടുകളും അതിനിടയിൽ ഉണ്ടാകുന്ന റേഡിയേഷനുകളും പലപ്പോഴും തീവ്രമായ വെല്ലുവിളികളാണ്. പല വീഡിയോകളിലും മെൻഷൻ ചെയ്തിട്ടുള്ളതുപോലെ എക്സ്റേകളും ഗാമാ കിരണങ്ങളും അൾട്രാവയലറ്റ് റേഡിയേഷനുകളും എല്ലാം തന്നെ ആഞ്ഞടിക്കുന്ന വളരെ ദുരന്തപൂർണ്ണമായിട്ടുള്ള പ്രദേശങ്ങളാണ് ഭൂമിക്ക് പുറത്തുള്ള ബഹിരാകാശം മുഴുവൻ. എന്നാൽ ഭൂമി പൂർണ്ണമായും വിട്ടുപോയാൽ മാത്രം സംഭവിക്കുന്ന ചില ഊഷരമായിട്ടുള്ള സ്ഥലങ്ങളല്ല ബഹിരാകാശം. ഭൂമിയുടെ അന്തരീക്ഷം കടക്കുമ്പോൾ തന്നെ ഭൂമിയെ വലയം ചെയ്തിരിക്കുന്ന കാന്തിക വലയങ്ങൾ സൃഷ്ടിക്കുന്ന അതിശക്തമായിട്ടുള്ള ചില റേഡിയേഷൻ ബെൽറ്റുകൾ മനുഷ്യനെ സ്വസ്ഥമായിട്ട് ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത വിധം വളഞ്ഞു ചുറ്റി പിടിച്ചിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി. ഭൂമിക്ക് പുറത്തേക്ക് സക്സസ്ഫുൾ ആയിട്ട് ആദ്യമായിട്ടൊരു ഉപഗ്രഹത്തെ എത്തിച്ചത് സോവിയറ്റ് യൂണിയനാണ്. അത് സ്പുട്നിക് 1 അതിനുശേഷം അവർ സ്പുട്നിക് 2 അയച്ചതിന് ശേഷമാണ് അമേരിക്കയ്ക്ക് വിജയകരമായിട്ട് തങ്ങളുടെ പേരിലൊരു ഉപഗ്രഹത്തെ ഭൂമിക്ക് വെളിയിലെത്തിക്കാനും അതിൽ നിന്ന് കാര്യമായ പഠനങ്ങൾ നടത്താനും സാധിച്ചത്. എന്നാൽ വ്യക്തമായിട്ട് പറയട്ടെ, 1958 വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു ബഹിരാകാശ കണ്ടുപിടുത്തം നടത്തിക്കൊണ്ടാണ് അമേരിക്ക എക്സ്പ്ലോറർ 1 എന്ന് പറയുന്ന തങ്ങളുടെ ആദ്യത്തെ സാറ്റലൈറ്റിനെ വിക്ഷേപിക്കുന്നത്. കേവലം ബഹിരാകാശത്തെത്താൻ തങ്ങൾക്ക് സാധിക്കും എന്ന് സ്റ്റേറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്തത്. ഭൂമിക്ക് പുറത്ത് ഭൂമിയുടെ കാന്തിക വലയങ്ങളെ രൂപപ്പെട്ട വളരെ വിചിത്രമായ ചില കവറിങ്ങുകളുണ്ടെന്നും ഉപഗ്രഹങ്ങളെയും മനുഷ്യനെയും മറ്റെല്ലാ സംവിധാനത്തെയും തകർക്കാൻ കഴിയുന്ന ഹൈ എനർജറ്റിക് ആയിട്ടുള്ള അത്തരം കോട്ടിങ്ങുകളെക്കുറിച്ച് വിശദമായ വിവരം ശാസ്ത്രലോകത്തിന് കൊടുക്കാനും അന്ന് നാസയുടെ ഗവേഷണ ഫലങ്ങൾക്ക് സാധിച്ചു. വാൻ അലൻ എന്ന് പറയുന്ന ഒരു ഗവേഷകനാണ് ഭൂമിക്ക് ചുറ്റുപാടും ഇത്തരത്തിലുള്ള ഒരു വലയം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അതിനുവേണ്ടി എക്സ്പ്ലോറർ 1 എന്ന് പറയുന്ന പേടകം 58കളിൽ വിക്ഷേപിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ബലൂണിൻ്റെ സഹായത്തോടു കൂടി ഭൂമിയുടെ അപ്പർ അറ്റ്മോസ്ഫിയറിലേക്ക് കടത്തിവിട്ട ചില ഇൻസ്ട്രുമെൻറ്റുകളുടെ സഹായത്തോടെ ഭൂമിക്ക് ചുറ്റുപാടും ചില റേഡിയേഷനുകളുടെ സാന്നിധ്യം കണ്ടെത്തി. അക്കാലത്ത് സോവിയറ്റ് യൂണിയൻ അമേരിക്കയെ പോലെ അണുവായുധങ്ങൾ കണ്ടെത്തുകയും അത് പരീക്ഷിക്കുകയും ചെയ്യുന്നതിനുള്ള തിരക്കിലായിരുന്നു. അമേരിക്ക ചെയ്യുന്നതിന് തക്ക മറുപടി കൊടുക്കുന്ന രീതിയിൽ പരീക്ഷണങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് കരയിലും കടലിലും ആകാശത്തിലും ഒക്കെ തന്നെ നിരന്തരം സോവിയറ്റ് യൂണിയൻ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എവിടെയാണ് അടുത്ത അണുബോംബ് പൊട്ടിച്ചുകൊണ്ട് തങ്ങളുടെ കഴിവ് തെളിയിക്കുക എന്നതിനെക്കുറിച്ച് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അമേരിക്കയോ സോവിയറ്റ് യൂണിയനോ എവിടെ വേണമെങ്കിലും പൊട്ടിക്കാം. ആ സമയത്താണ് അണുബോംബ് പൊട്ടുന്ന സമയത്ത് മാത്രം പുറത്ത് കാണുന്ന തരത്തിലുള്ള പ്രത്യേകതരം റേഡിയേഷനുകൾ ഭൂമിക്ക് പുറത്തുള്ള ഭാഗങ്ങളിൽ ഏകദേശം ഒരു 500-600 കിലോമീറ്റർ കഴിഞ്ഞും കാണാൻ സാധ്യതയുണ്ടെന്നും അത് അതിതീവ്രമാണെന്നും അമേരിക്കൻ ഗവേഷകർ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ തങ്ങളറിയാതെ സോവിയറ്റ് യൂണിയൻ കണ്ടെത്തിയ റോക്കറ്റിൻ്റെ സഹായത്തോടു കൂടി സ്പുട്നിക് 1 സ്പുട്നിക് 2 ശേഷം ഒരു അണുവായുധത്തെ ഭൂമിക്കും മുകളിലുള്ള ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേർത്തതിന് ശേഷം അവിടെ വെച്ച് പൊട്ടിച്ച് കഴിവ് തെളിയിക്കാനുള്ളൊരു വലിയ സാഹസികത സോവിയറ്റ് യൂണിയൻ കാണിച്ചതുകൊണ്ടാണ് ഭൂമിയുടെ അപ്പർ അറ്റ്മോസ്ഫിയറിൽ ഇത്രത്തോളം ഇൻറ്റൻസ് റേഡിയേഷൻ കാണാൻ സാധ്യമായത് എന്ന് അമേരിക്ക തെറ്റിദ്ധരിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ എല്ലാവരുടെയും വലിയ നേതൃത്വങ്ങൾ ഒത്തുകൂടുകയും സോവിയറ്റ് യൂണിയൻ ആകാശത്ത് അണുവായുധം പൊട്ടിച്ചുകൊണ്ട് എന്ത് അഹങ്കാരമാണ് കാണിക്കുന്നത് എന്നതിനെക്കുറിച്ച് അതിഗൗരവമായി വിശകലനം ചെയ്യുകയും ചെയ്തു. എന്നാൽ അതിനിടയ്ക്ക് ഈ റേഡിയേഷനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്ന വാൻ അലൻ അറിയാമായിരുന്നു എന്താണ് നടക്കുന്നതെന്ന്. കൃത്യമായിട്ട് റേഡിയേഷനുകളെ പഠിക്കാൻ കഴിയുന്ന അതിൻ്റെ സോഴ്സും ഇൻറ്റൻസിറ്റിയും ഏറെക്കുറെ മനസ്സിലാക്കാൻ അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന വാൻ അലൻ എക്സ്പ്ലോറർ 1 ഘടിപ്പിച്ച പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻറ്റുകളുടെ സഹായത്തോടു കൂടി മനസ്സിലാക്കിയത് സോവിയറ്റ് യൂണിയൻ നടത്തിയ ഒരു അണുവായുധ പരീക്ഷണത്തിൻ്റെ ഫലമായിട്ടല്ല ഭൂമിയുടെ അപ്പർ അറ്റ്മോസ്ഫിയറിൽ ഇത്രയും തീവ്രമായ തീക്ഷ്ണമായ റേഡിയേഷനുകൾ രൂപപ്പെട്ടത് എന്നുള്ളതാണ്. പകരം പ്രപഞ്ചത്തിൻ്റെ സന്തുലിതമായ ചില പ്രവർത്തനങ്ങൾ ഭൂമിയുടെ അസാധാരണമല്ലാത്തൊരു സ്വാഭാവിക സവിശേഷതയായ കാന്തിക മണ്ഡലവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രതിഭാസങ്ങളാണ് ഇത്തരത്തിൽ റേഡിയേഷനുകളായി രൂപപ്പെടുന്നത്. ഈ റേഡിയേഷനുകൾ ഒരുപക്ഷെ നാളെ മനുഷ്യനെ ഭൂമിയിൽ നിന്ന് പുറത്തു കടക്കാൻ സഹായിക്കാത്ത രീതിയിൽ മറയ്ക്കുമെങ്കിലും അതിനതിൻ്റേതായ ചില ഗുണങ്ങളും സംരക്ഷണപരമായിട്ടുള്ള ചില സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് എന്ന് വാൻ അലൻ മനസ്സിലാക്കി. ആ ബെൽറ്റുകളെ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് അറിയപ്പെട്ടത്. നമ്മൾ ഈ വാൻ അലൻ ബെൽറ്റിൻ്റെ ഒരു അടിസ്ഥാനപരമായ സ്വഭാവ സവിശേഷത സംസാരിക്കുന്നതിന് മുമ്പ് ഇത് കണ്ടെത്തിയ സമയത്തുള്ള ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ കൂടി സൈറ്റ് ചെയ്യേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഈ വാൻ അലൻ ബെൽറ്റിനെ കടത്തിക്കൊണ്ട് എങ്ങനെ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കും എന്നുള്ള നാസയുടെ ഒരു ആശങ്കയായിരുന്നു. ജോൺ എഫ് കെന്നഡി വളരെ വിപ്ലവകരമായിട്ട് സോവിയറ്റ് യൂണിയനെ ബഹിരാകാശ യാത്രയിൽ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ സ്പേസ് റേസിൽ തോൽപ്പിക്കുന്നതിന് വേണ്ടി 10 വർഷത്തിനുള്ളിൽ തങ്ങൾ
മനുഷ്യനെ ചന്ദ്രനിലിറക്കും എന്ന് വിപ്ലവകരമായിട്ട് വെല്ലുവിളിക്കുന്ന സമയമാണ് ഏകദേശം 1962. ഈ സമയത്ത് ഈ വാൻ അലൻ ബെൽറ്റിന്റെ വെല്ലുവിളിയെ മറികടന്നുകൊണ്ട് എങ്ങനെ മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കും അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. ഇപ്പം ഭൂമിയിൽ നിന്ന് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നത് ഏകദേശം ഒരു 400-600 കിലോമീറ്റർ ഉയരത്തിലാണ്. അതേസമയം 3 ലക്ഷം കിലോമീറ്റർ ദൂരെയൊക്കെ മനുഷ്യനെ കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ അവനെ സേഫായിട്ട് തിരികെ കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ആ ഏജൻസിക്കുണ്ട്. ഇൻ കേസ് തങ്ങളുടെ ആദ്യത്തെ ചന്ദ്രയാത്രയിൽ തന്നെ കൊണ്ടുപോയ മനുഷ്യർ മരണപ്പെടുകയോ റേഡിയേഷൻ അനുഭവിച്ച് ക്യാൻസർ ഉണ്ടാവുകയോ ചെയ്താൽ ഉണ്ടാകുന്ന കോൺസിക്വൻസുകൾ എതിർചേരി ഉപയോഗിക്കാൻ പോകുന്നത് മറ്റൊരു തരത്തിലാണെന്നുള്ള കൃത്യമായ ബോധ്യമുണ്ടായിട്ടും വാൻ അലൻ ബെൽറ്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നാസയ്ക്ക് ഉണ്ടായിരുന്നില്ല. ആദ്യമായി രൂപീകരിക്കപ്പെട്ട ചില പൊതു സമീപനങ്ങളിൽ ഒന്നായിരുന്നു ഭൂമിയുടെ വാൻ അലൻ ബെൽറ്റിനെ ഒരു ആണവായുധത്തിന്റെ സഹായത്തോടു കൂടി പൊട്ടിച്ചകറ്റി അവിടെ ഉണ്ടാകുന്ന ഗ്യാപ്പിലൂടെ മനുഷ്യനെ ഭൂമിക്ക് പുറത്തേക്ക് എത്തിക്കുകയും അവനെ ചന്ദ്രനിൽ കാലുകുത്താൻ പ്രാപ്തനാക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഒരു മെത്തേഡ് കൊണ്ടുവന്നതിന് ശേഷം ലോകത്തിന് കാണിച്ചു കൊടുക്കുക. ഇതാണ് അമേരിക്കയ്ക്ക് ചെയ്യാൻ കഴിയുക, ഇതാണ് നാസയ്ക്ക് ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയുക എന്നുള്ളത്. എന്നാൽ ആ പദ്ധതി മുന്നോട്ട് വന്നില്ല. എത്രത്തോളം ഉയരത്തിലേക്ക് ഒരു ആണവായുധം കൊണ്ടുപോവുക, ഭൂമിയുടെ കറക്കത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു ലോകരാജ്യത്തിന് മുകളിൽ വെച്ചുകൊണ്ട് ആണവായുധം പൊട്ടിത്തെറിക്കാതെ ഫെയിലായി താഴേക്ക് വന്നാൽ ഉണ്ടാകാനിടയുള്ള ദുരന്തം എന്ന് പറഞ്ഞാൽ അതൊരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗത്തേക്കും തൊടുക്കുന്ന അണുവായുധം ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമായി പരിണമിക്കും എന്ന് മനസ്സിലാക്കിയ നാസ ചെയ്തത് ആ സമയത്ത് ഏകദേശം 1962 സ്റ്റാർ ഫിഷ് പ്രൈം എന്ന് പറയുന്ന ഒരു മിഷന്റെ ഭാഗമായി പസഫിക് സമുദ്രത്തിൽ നിന്ന് 250 മൈൽ ഉയരത്തിൽ ഒരു ആണവായുധ പരീക്ഷണം നടത്തിക്കൊണ്ട് ലോകത്തിൽ ആദ്യമായി ഭൂമിയുടെ സർഫസിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ നടത്താൻ കഴിയുന്ന സാധ്യമായ ഏറ്റവും നല്ലൊരു അണുവായുധ പരീക്ഷണം നടത്തിക്കൊണ്ട് ലോകത്തെ ഞെട്ടിക്കുകയായിരുന്നു. അധികം ഭീഷണിയില്ലാതെ ഒരു ലോകരാജ്യത്തിൻ്റെയും മുകളിൽ വരാത്ത വണ്ണം നടത്തിയ ആ ഒരു ആണവായുധം അത്യാവശ്യം വളരെ പവർ കുറഞ്ഞതായിരുന്നെങ്കിലും അതിൻ്റെ റേഡിയേഷനുകൾ തങ്ങളുടെ തന്നെ പല സാറ്റലൈറ്റുകളുടെയും പ്രവർത്തനത്തെ നിശബ്ദമാക്കുകയും നിശ്ചലമാക്കുകയും അതേസമയം തന്നെ ഹവായിൽ നിന്ന് പോലും കാണാൻ കഴിയുന്ന രീതിയിലുള്ള അറോറ ബോറിയാലിസുകൾ ഭൂമിയുടെ അപ്പർ അറ്റ്മോസ്ഫിയറിൽ സൃഷ്ടിക്കുകയും ഏകദേശം 4 മുതൽ 5 വർഷത്തോളം അതിൻ്റെ റേഡിയേഷനുകൾ ഭൂമിക്ക് കാര്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതായിട്ട് പിന്നീട് പഠനങ്ങളുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ തിരിഞ്ഞു നോക്കി വായിക്കുമ്പോൾ ചെന്നെത്തുന്നത് പ്രധാനമായിട്ടും ഈ വാൻ അലൻ ബെൽറ്റും അതുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകളും വരുത്തിവെച്ച ചില ആശയങ്ങളും മുന്നോട്ട് വെച്ച പൊതുപരിപാടികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. ഇതിനെ എങ്ങനെ കോമ്പാറ്റ് ചെയ്യാം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിരുന്നാലും മനുഷ്യനെയും വഹിച്ചുകൊണ്ട് സാറ്റേൺ 5 റോക്കറ്റ് അപ്പോളോ 11 എന്ന് പറയുന്ന മിഷന്റെ ഭാഗമായി ചന്ദ്രനിലേക്ക് യാത്ര തിരിക്കുമ്പോൾ സംഭവിച്ചത് വാൻ അലൻ ബെൽറ്റിനെ കൃത്യമായി ടാക്ടിക്കലായി ഓവർകം ചെയ്യുക, മനുഷ്യന്റെ DNA റിപ്പ് ചെയ്യാത്ത രീതിയിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഓവർടേക്ക് ചെയ്യുക, എവിടെയാണോ വാൻ അലൻ ബെൽറ്റിന്റെ ഏറ്റവും കുറവ് ഇന്റൻസിറ്റി ഉള്ളത് ആ ഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഭൂമിക്ക് പുറത്തേക്ക് മനുഷ്യനെ കൊണ്ടുപോവുക, പരമാവധി എക്സ്പോഷർ ടൈം കുറയ്ക്കുക, വളരെ കൃത്യമായിട്ടുള്ള ഷീൽഡിങ്ങുകൾ അവരുടെ പേടകങ്ങളിൽ ഉൾപ്പെടുത്തുക, അങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ള ചില മാസ്റ്റർ പ്ലാനുകളിലൂടെയാണ് ഏകദേശം ഒരു 7-8 വർഷത്തിനുള്ളിൽ നാസ മനുഷ്യനെ ചന്ദ്രനിലേക്ക് കൊണ്ടുപോകാൻ സജ്ജരാക്കിയത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ള പഴക്കം ചെന്ന വാദം ഇപ്പോഴും ഉന്നയിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന വാൻ അലൻ ബെൽറ്റിനെ എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ള ചോദ്യത്തിന് പ്രധാനപ്പെട്ട ഉത്തരം അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് ശാസ്ത്രീയമായി പഠിച്ചതിൽ നിന്നുള്ളതാണ്. എന്തായാലും നമുക്ക് വാൻ അലൻ ബെൽറ്റിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ലെയറുകളാണ് വാൻ അലൻ ബെൽറ്റുകളായി ഭൂമിയുടെ ചുറ്റുപാടും കാണപ്പെടുന്നത്. അതിന് പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഭൂമിയുടെ കാന്തിക വലയവും. നമ്മുടെ പ്രപഞ്ചത്തിൽ ഗ്രഹങ്ങൾക്കുള്ളിൽ വളരെ കൃത്യമായ രീതിയിൽ ഇന്നർ ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ കാന്തിക മണ്ഡലങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. നക്ഷത്രങ്ങൾക്കൊക്കെ തന്നെ സ്പിന്നിങ് ഉള്ളതുകൊണ്ടും മറ്റും ഒരു കാന്തിക ക്ഷേത്രമുണ്ട്. ഗ്രഹങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഉരുകിയൊലിക്കുന്ന നിക്കലും ഇരുമ്പും പോലെയുള്ള മെറ്റലുകളും അവരുടെ ശക്തമായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് കൊണ്ട് ഒന്നിപ്പിച്ച് നിർത്തുന്ന ഭീകരമായിട്ടുള്ള സൈസും കൊണ്ടൊക്കെ തന്നെ ഒരു പ്രത്യേക ഡയറക്ഷനിൽ എപ്പോഴും കാന്തിക മണ്ഡലങ്ങൾ, കാന്തിക ക്ഷേത്രങ്ങൾ രൂപപ്പെടുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഭൂമിയുടെ സൈസും ഭൂമിയുടെ ആ ഒരു അന്തർഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന മെറ്റലുകളുടെ സാന്നിധ്യവും ഒക്കെ തന്നെ ഒരു അയോണിക അവസ്ഥയിലാണ് പ്രധാനമായിട്ടും അതിൻ്റെ കോറിനെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ചുറ്റുപാടുമുള്ള ഉരുകിയൊലിക്കുന്ന നിക്കലും ഇരുമ്പും എല്ലാം തന്നെ ചേർന്നുകൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള കാന്തിക മണ്ഡലം രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഭൂമിയെ ഒരു ജിയോഗ്രഫിക്കൽ ബാർ മാഗ്നറ്റ് പോലെ പരിഗണിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അതേസമയം ഒരു കാന്തത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കാന്തിക മണ്ഡലത്തിലേക്ക് ചാർജ് കൂടിയ കണങ്ങൾ കടന്നു വന്നാൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഭൗതിക ശാസ്ത്രത്തിന്റെ നിയമത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഭൂമിക്ക് ചുറ്റുപാടുമുള്ള കാന്തിക മണ്ഡലത്തിൽ ചില പാർട്ടിക്കിളുകൾ ട്രാപ്പ് ചെയ്യപ്പെടുന്നത്. ഇത് 2 ലെയറുകളായിട്ടാണ് ഡോണറ്റ് ഷേപ്പിൽ. ഒന്ന് ഏകദേശം ഒരു 600 മുതൽ 10,000 കിലോമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ആദ്യത്തെ ഇന്നർ ബെൽറ്റ്, അത് കഴിഞ്ഞിട്ട് ഒരു 12,000 കിലോമീറ്റർ മുതൽ 60,000 കിലോമീറ്റർ വരെ നീണ്ടു കിടക്കുന്ന ഒരു ഔട്ടർ ബെൽറ്റ്. ഈ 2 ബെൽറ്റുകളുടെ സ്വഭാവ സവിശേഷതയും ഈ 2 ബെൽറ്റുകളിലും ഉണ്ടാകുന്ന ചാർജുകളുടെ കാരണവും വ്യത്യസ്തമാണ്. ഇന്നർ ബെൽറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നർ ബെൽറ്റ് പ്രധാനമായിട്ടും ആ കാന്തിക മണ്ഡലം ഭൗമാന്തരീക്ഷവുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് രൂപപ്പെട്ട ഒന്നാണ്, അല്ലെങ്കിൽ കാണപ്പെടുന്ന ഒന്നാണ്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഈ കാണപ്പെടുന്ന ഇന്നർ ബെൽറ്റിലെ കാന്തിക സ്വാധീനത്തിനകത്തേക്ക് ഏറ്റവും കൂടുതൽ ഇടപെടാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ളത് കോസ്മിക് കിരണങ്ങളുടെ അസാധാരണമായിട്ടുള്ള സാന്നിധ്യമാണ്. അതെന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിചിത്രമായ ചില ചാർജ്ഡ് കണങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടും പ്രോട്ടോണുകളായിരിക്കും ഉണ്ടാവുക. ഈ പ്രോട്ടോണുകളായിട്ട് വരുന്ന കോസ്മിക് കിരണങ്ങൾ ഭൗമാന്തരീക്ഷത്തിലേക്ക് വന്ന് ബൊമ്പാർഡ് ചെയ്യുമ്പോൾ അവയുടെ ഊർജ്ജം നഷ്ടപ്പെടുകയും അവിടെയുള്ള വളരെയധികം ചാർജ്ഡ് ആയിട്ടുള്ള കണങ്ങൾ ഇന്നർ വാൻ
വാനലൻ ബെൽറ്റിൽ ട്രാപ്പ് ആവുകയും അത്തരത്തിൽ എനർജി നിറഞ്ഞ ആ കാന്തിക മണ്ഡലത്തിൽ ഒരു ബെൽറ്റ് രൂപപ്പെടുകയും ചെയ്യുന്നതിനെയാണ് ഇന്നർ വാനലൻ ബെൽറ്റ് എന്ന് സാധാരണ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഭൗമാന്തരീക്ഷവുമായിട്ടുള്ള കൂട്ടിയിടിയാണ്. അപ്പം ഭൂമിയെ പോലെ അന്തരീക്ഷമുള്ള ഗ്രഹങ്ങളിലോ ഗോളങ്ങളിലോ മാത്രമേ ഇത്തരത്തിൽ പ്രോട്ടോണുകൾ കൊണ്ട് നിറഞ്ഞ ചാർജ്ഡ് പ്രോട്ടോണുകൾ കൊണ്ട് നിറഞ്ഞ ഇന്നർ വാനലൻ ബെൽറ്റുകൾ സാധാരണ കാണാറുള്ളൂ. സ്വാഭാവികമായിട്ടും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ഭൂമിയുടെ പല ഉപഗ്രഹങ്ങളും ഭൂമിയെ ചുറ്റുന്ന സമയത്ത് ഇന്നർ വാനലൻ ബെൽറ്റിന്റെ ശക്തമായിട്ടുള്ള കോൺസെൻട്രേഷൻ നിറഞ്ഞ ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ പ്രോട്ടോണുകൾ, നല്ല ചാർജുള്ള പ്രോട്ടോണുകൾ കോസ്മിക് കിരണങ്ങളുടെ സഹായത്തോടു കൂടി അങ്ങനെ സംഭവിക്കുന്നു. അതേസമയം ഔട്ടർ വാനലൻ ബെൽറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണുകളുടെ ഒരു നിരയാണ്, ചാർജ് നിറഞ്ഞു നിൽക്കുന്ന ഇലക്ട്രോണുകളുടെ ഒരു നിര. സോളാർ ഫ്ലെയറുകളും സോളാർ ആക്ടിവിറ്റികളും മൂലം സൂര്യനിൽ നിന്ന് നിരന്തരം ഭൂമിയിലേക്ക് പതിക്കുന്ന ഇലക്ട്രോണുകളെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു ലെയർ ആയിട്ടാണ് നമുക്ക് ഔട്ടർ വാനലൻ ബെൽറ്റിനെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടുപേരുടെയും ചാർജും രണ്ടുപേരുടെയും സ്വഭാവ സവിശേഷതയും അവർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഡോണറ്റ് ഷേപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഫിഗറിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു ഇമേജിനറി ഫിഗറാണ്. കാരണം നമുക്കൊരിക്കലും ഈ ഒരു സാധനം നേരിട്ട് കാണാൻ സാധിക്കില്ല. ഈ പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും നിറഞ്ഞു നിൽക്കുന്ന കാന്തിക മണ്ഡലത്തിലെ ഒരു പ്രദേശം എന്ന് പറയുമ്പോൾ അതിന് എഫക്റ്റുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന ഉപകരണങ്ങളും കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതല്ലാതെ കാണാൻ കഴിയില്ല. ഇനി ബഹിരാകാശ യാത്രികർ ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇന്നർ വാനലൻ ബെൽറ്റിലോ ഔട്ടർ വാനലൻ ബെൽറ്റിലോ കാര്യമായിട്ട് കടക്കുന്നില്ല. ഇതൊരു ക്ലിയർ കട്ടായിട്ടുള്ള ബോർഡർ ഒന്നും അല്ലാത്തത് കൊണ്ട് ചെറിയ രീതിയിൽ അവർ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലോ മറ്റോ കടക്കുമ്പോൾ ഈ വാനലൻ ബെൽറ്റ് വരുന്ന ഭാഗത്ത് പുകമറ പോലെയുള്ള എന്തോ ഒന്ന് കാണാൻ സാധിക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ണടയ്ക്കുമ്പോഴും അവരുടെ കണ്ണിനുള്ളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ടും അറിയാം. അതായത് ചെറിയ തരത്തിലുള്ള റേഡിയേഷനുകൾ അവരുടെ ശരീരത്തിൽ കൃത്യമായിട്ട് അടിക്കുന്നുണ്ട്. അത് വസ്തുതയാണ്. അത് വാനലൻ ബെൽറ്റ് എന്നല്ല. ഭൂമിയുടെ പുറത്തേക്ക് എപ്പോൾ പോയാലും ഭൂമിയുടെ പ്രൊട്ടക്ഷൻ ഇല്ലാത്തത് കൊണ്ട് പലതരത്തിലുള്ള റേഡിയേഷനുകൾ ഭൂമിയിലേക്ക് അടിച്ചു കയറും. നമ്മൾ എക്സ്റേകളെ കുറിച്ച് സംസാരിച്ച ഒരു നെടുനീള എപ്പിസോഡ് ഉണ്ടായിരുന്നു 2 വീഡിയോസ് മുന്നേ. അതിൽ വ്യക്തമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും മറ്റ് പേടകങ്ങളും മനുഷ്യനെ വഹിക്കുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ ഷീൽഡ് ചെയ്യുക, കുറച്ച് എക്സ്പോഷർ ടൈം മാത്രമാക്കുക, അതുവഴി കടന്നു പോകുന്ന സമയത്ത് കൃത്യമായി സുരക്ഷിതമായിട്ടുള്ള സംവിധാനങ്ങളുള്ള മേഖലയിലൂടെ മനുഷ്യരെ കടത്തിവിടുക, അങ്ങനെ പല മെത്തേഡുകളിലൂടെയാണ് വാനലൻ ബെൽറ്റിന്റെ അപകട സാധ്യതയെ മനുഷ്യൻ മറികടക്കുന്നത്. അതേസമയം നമ്മൾ ഉപയോഗിക്കുന്ന പല ഉപഗ്രഹങ്ങളും അതിന്റെ ടെക്നോളജിയെയും ബാധിക്കാൻ കഴിയുന്ന അതിശക്തമായിട്ടുള്ള പ്രോട്ടോണുകൾ തന്നെയാണ് ഇന്നർ വാനലൻ ബെൽറ്റിലുള്ളതും. ഇനി നമ്മൾ ജിയോ സ്റ്റേഷനറി ഓർബിറ്റുകൾ എടുത്ത 36,000 കിലോമീറ്റർ അകലെ ഭൂമിയെ ചുറ്റുന്ന പേടകങ്ങളിലും വാനലൻ ബെൽറ്റിന്റെ കൃത്യമായിട്ടുള്ള സ്വാധീനമുണ്ട്. പക്ഷേ അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഉപഗ്രഹത്തെ ബാധിക്കുന്ന രീതിയിൽ റേഡിയേഷനുകൾ അടിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ കുറച്ച് നേരത്തേക്ക് ഓഫാക്കി ഇടുക എന്ന് പറയുന്ന ഒരു മെത്തേഡ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനലൻ ബെൽറ്റ് പോലെയുള്ള റേഡിയേഷൻ ബെൽറ്റുകളിൽ നിന്ന് വരുന്ന ചാർജ്ഡ് കണങ്ങൾ കമ്പോണന്റുകളെ വളരെയധികം ദോഷമായി ബാധിക്കാത്ത രീതിയിലുള്ള ഷീൽഡിങ്ങും അതിന്റെ കോട്ടിങ്ങും പ്രിവെന്റീവ് മെഷറുകളുടെയും സഹായത്തോടു കൂടിയാണ് ഉപഗ്രഹങ്ങളെ കൃത്യമായി സംരക്ഷിക്കുന്നത്. ഇനി മനുഷ്യനെ വഹിച്ചുകൊണ്ട് അപ്പോളോ യാത്രികർ 1969 മുതലുള്ള ഒരു 3 വർഷം എങ്ങനെ ചന്ദ്രനിൽ പോയി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇല്ലുസ്ട്രേഷൻ കാണുന്ന സമയത്ത് ഇതെങ്ങനെയാണ് സാധ്യമായതെന്ന് മനസ്സിലാകും. അതായത് ഇതൊരു കാന്തിക ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഒരു റേഡിയേഷൻ ബെൽറ്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ പോളാർ റീജിയനുകളിൽ വാനലൻ ബെൽറ്റിന്റെ ഇന്റൻസിറ്റി വളരെ കുറവായിരിക്കും. കാരണം അവിടെ കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കുറവാണ്. അപ്പോൾ സ്വാധീനം കുറവുള്ള ഭാഗത്ത് കൂടി അധികം റേഡിയേഷൻ അടിക്കാൻ സാധ്യതയില്ല. ഈ കാന്തിക മണ്ഡലവും വാനലൻ ബെൽറ്റിന്റെ സാന്നിധ്യവും ഒക്കെ തന്നെയാണ് പോളാർ മേഖലകളിൽ അറോറ ബോറിയാലിസും അറോറ ആസ്ട്രേലിയസും ഉണ്ടാക്കുന്നത് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വാൻ ആലൻ ബെൽറ്റ് എന്ന് പറയുന്ന റേഡിയേഷൻ ബെൽറ്റിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത, അതിന്റെ ഡിസ്കവറി, അതുമായി ബന്ധപ്പെട്ട ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ. ഇനി മനുഷ്യനെയും വഹിച്ചുകൊണ്ട് ചന്ദ്രനിലേക്ക് പോകുന്ന ആർത്തമിസ് പ്രോഗ്രാമിലെ യാത്രികർ ഉപയോഗിക്കുന്ന സ്പേസ് സ്യൂട്ടിൽ കൃത്യമായിട്ടുള്ള പുതിയ തരത്തിലുള്ള അതിശക്തമായ റേഡിയേഷനുകളെ തടയാൻ കഴിയുന്ന ചില ഷീൽഡുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും അതിന്റെ ഇമേജുകൾ നമുക്ക് പബ്ലിക്കായിട്ട് ഓൺലൈനിൽ ഇന്റർനെറ്റിലൊക്കെ ലഭ്യമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം കൃത്യമായിട്ടാണ് അവർ അതിനെ സസ്റ്റെയിൻ ചെയ്യുന്നത്. ഏകദേശം ഒരു 4-5 ദിവസം കൊണ്ട് ചന്ദ്രനിലെത്തിയ അപ്പോളോ യാത്രികരായാലും ആർത്തമിസ് പ്രോഗ്രാമിലെ പുതിയ ഗവേഷകരായാലും ഒക്കെ തന്നെ ഏകദേശം ഏതാനും മണിക്കൂറുകളോ മിനിറ്റുകളോ മാത്രമാണ് വാനലൻ ബെൽറ്റിലൂടെ സഞ്ചരിക്കുക. അത് 1-2 CT സ്കാനിൽ സബ്ജക്റ്റഡ് ആകുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാവുന്ന റേഡിയേഷൻ മാത്രമേ ശരീരത്തിലേക്ക് ഏൽപ്പിക്കുന്നുള്ളൂ. അല്ലാതെ ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തതായിട്ട് ഇതുവരെയും ചന്ദ്രനിലേക്ക് യാത്ര ചെയ്ത് കാലുകുത്തുകയോ അവിടെ പരീക്ഷണത്തിന് പോവുകയോ ചെയ്ത ഒരു ഗവേഷകരിലോ ഒരു യാത്രികരിലോ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് വാനലൻ ബെൽറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല എന്ന് പറയുന്ന വാദഗതിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള യാതൊരു സാധ്യതയില്ല. എന്നാൽ അപകടമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ രീതിയിലാണ് ബഹിരാകാശ യാത്ര ചെയ്യുന്ന സമയത്ത് ഏത് രാജ്യവും, ഞാനിപ്പോൾ നാസയെ ബേസ് ചെയ്ത് പറഞ്ഞാലും സോവിയറ്റ് യൂണിയൻ ആയാലും ഇന്ത്യ ആയാലും ചൈന ആയാലും ജപ്പാൻ ആയാലും ബ്രിട്ടൻ ആയാലും ഏത് രാജ്യമായാലും കൃത്യമായിട്ടുള്ള ഡാറ്റകളുടെയും മെഷർമെൻറ്റുകളുടെയും അടിസ്ഥാനത്തിലാണ് പഠിക്കുക. 2010 ശേഷം വാനലൻ ബെൽറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം ചില പ്രോബുകൾ നാസ വിക്ഷേപിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 3ാമത്തെ വാനലൻ ബെൽറ്റ് കൂടി ഉണ്ട് എന്നുള്ളൊരു ആശയം മുന്നോട്ട് വന്നിരുന്നു. ചില പ്രത്യേക സമയങ്ങളിൽ ഹൈ എനർജറ്റിക് ആയിട്ടുള്ള സോളാർ വിൻഡ് ഉണ്ടാകുമ്പോൾ മാത്രം രൂപപ്പെടുന്ന ടെമ്പററി വാനലൻ ബെൽറ്റ്, ഒരു 3rd ബെൽറ്റ്. അതുപോലെ തന്നെ ഭൂമിയുടെ ചില പസഫിക് മേഖലകളിൽ, പ്രത്യേകിച്ച് സദേൺ മേഖലകളിൽ പസഫിക്കിൻ്റെ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ചില അനോമലീസ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന കുറവുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നേർത്ത് വരുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വാനലൻ ബെൽറ്റിൻ്റെ പ്രത്യേകതകളെ കുറിച്ചുകൂടി ഗവേഷകർ പഠിക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ വാനലൻ ബെൽറ്റിനെ കുറിച്ച് വളരെ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഷെയർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭൂമിക്ക് ചുറ്റുപാടുമുള്ള കാന്തിക മണ്ഡലം എത്രത്തോളം ഭൂമിയെ സംരക്ഷിക്കുന്നു എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം ഈ വാനലൻ ബെൽറ്റിന് കാരണമാകുന്ന കാന്തിക മണ്ഡലമാണ് സോളാർ ഫ്ലെയറിനെ തടഞ്ഞു നിർത്തുന്നതും ഭീകരമായിട്ടുള്ള എക്സ്റേകളെയും പ്രപഞ്ചത്തിൽ നിന്ന് വരുന്ന കിരണങ്ങളെയും ഒക്കെ തന്നെ തടഞ്ഞു നിർത്തി നമ്മൾ സംരക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ രൂപപ്പെടുന്ന ബെൽറ്റുകൾ ഭൂമിക്ക് ചുറ്റുപാടുമുള്ള ഒരു കോട്ടായി നിലനിൽക്കുകയും അത് ഭയങ്കരമായ
റേഡിയേഷനായിട്ട് ആ ഭാഗത്ത് കാണപ്പെടുകയും ചെയ്യുക സ്വാഭാവികമാണ്. അതിനെ മറികടക്കണമെങ്കിൽ അത് നമ്മൾ ഭൂമിയെ മറികടന്നു പോകാൻ വേണ്ടി ബോധപൂർവ്വം ചെയ്യുന്ന ചില അറ്റംപ്റ്റുകളാണ്. സ്വാഭാവികമായിട്ടും ആ വാനല ബെൽറ്റിനെ മുറിച്ച് കടക്കാനും നമ്മൾ നമ്മുടേതായിട്ടുള്ള മാർഗ്ഗം കണ്ടെത്തണം. അല്ലാതെ അതിനെ നശിപ്പിക്കുക എന്ന് സാധ്യമല്ല. അത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഭൂമിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ